സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചർച്ച കോൺഗ്രസിനുള്ളിൽ സജീവമാക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അവസരം കിട്ടാത്ത നിരവധി ആളുകളും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ശ്രീ പിണറായി വിജയനെയും ഒപ്പം ശ്രീ സി അച്യുതമേനോനെയും ഒഴിച്ചു നിർത്തിയാൽ ഓരോ 5 വർഷക്കാലവും ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്ന സംസ്ഥാനം എന്ന തരത്തിൽ നിലവിലുള്ള സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാവായി സമരം നയിച്ച ആളുകളിൽ മിക്കവരും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും ഭരണകക്ഷിയുടെ നേതാവായി മുഖ്യമന്ത്രിയായി വാഴാൻ അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ പി ടി ചാക്കോ എന്ന കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവിന് സംസ്ഥാനത്തിൻ്റെ ആദ്യ 57-59 മന്ത്രിസഭയുടെ പ്രതിപക്ഷ നേതാവായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താതെയാണ് അവസാനിച്ചത്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അവസരം കിട്ടാതിരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പട്ടികയിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിരുന്ന ശ്രീ TK രാമകൃഷ്ണന്റെ പേര് നമുക്ക് മറക്കാൻ കഴിയില്ല. കുറച്ചു നാളാണെങ്കിൽ പോലും അദ്ദേഹം 77-79 കാലത്ത് സംസ്ഥാനത്ത് ഏതാണ്ട് 2-2.5 മാസം പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ രണ്ടാളുകളെ ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ, ഏതാണ്ട് 14 വർഷത്തിലധികം കാലം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദന് 3 പ്രാവശ്യം പ്രതിപക്ഷ നേതാവാകുവാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് 1 പ്രാവശ്യം മുഖ്യമന്ത്രിയായി സ്ഥാനക്കയറ്റം കിട്ടിയിരുന്നു. 4 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ K കരുണാകരൻ 4 പ്രാവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. ശ്രീ EMS-നെ പറ്റി പറയുമ്പോൾ അദ്ദേഹം 2 പ്രാവശ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതെങ്കിൽ അദ്ദേഹം 4 പ്രാവശ്യം 4 മന്ത്രിസഭകൾക്കെതിരെ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പ്രയോജനപ്പെടുത്തിയ ആളാണ്. ശ്രീ AK ആന്റണിയെ പോലെയുള്ള, ശ്രീ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകൾ എടുത്താൽ അവർ ആദ്യം മുഖ്യമന്ത്രി കസേരയിൽ എത്തിയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവായി മാറിയത്. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും 2016-2021 കാലത്ത് ശ്രീ പിണറായി വിജയൻ സർക്കാരിന് എതിരായി പ്രതിപക്ഷ സമരങ്ങൾ നയിച്ച ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് നമുക്കറിയാവുന്ന പോലെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവിക്കാത്ത തരത്തിൽ ശ്രീ അച്യുതമേനോന്റെ കാലം ഒഴിച്ചു നിർത്തിയാൽ പ്രതിപക്ഷ നേതാവിന് അവരുടെ പാർട്ടിക്ക് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം 2021 ഉണ്ടായി. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും തുടരുമ്പോഴാണ് ഇതാ 2021-2026 പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VD സതീശൻ ഏതാണ്ട് 4 വർഷവും 350 ദിവസവും പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുമോ, അതോ ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന ചോദ്യം ഉയരുന്നത്. സംസ്ഥാനത്ത് ഭരണകക്ഷി അവരുടെ 5 വർഷക്കാലത്തെ ഭരണത്തിനെതിരെ ശക്തമായ ജനകീയ സമരങ്ങൾ നടത്തിക്കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഓരോ 5 വർഷക്കാലവും ഭരണമാറ്റം ഉണ്ടായത് നമുക്കറിയാം. ശ്രീ VS അച്യുതാനന്ദൻ എന്ന ഒരു കാലത്ത് പാർട്ടിക്കുള്ളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന, അത്ര ജനകീയനല്ലാതിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ വളരെ ജനകീയ സ്വഭാവത്തിലേക്ക് മാറി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് നടത്തിയ സമരങ്ങളിലൂടെയാണ്. ശ്രീ VD സതീശനെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൽ അതിനേക്കാൾ
സീനിയേഴ്സ് ആയ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും ശ്രീ രമേശ് ചെന്നിത്തല പോലെയുള്ള ആളുകൾക്ക് മുകളിലേക്ക് പ്രതിപക്ഷ നേതാവെന്ന തരത്തിൽ വലിയ ആശയപരമായ പോരാട്ടം, ഒരുപക്ഷെ തെരുവിൽ CPIM പ്രതിപക്ഷ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ LDF പൊതുവെ നടത്തുന്ന വലിയ സമരങ്ങൾക്ക് പകരം വെക്കാൻ കഴിയുന്ന സമരങ്ങൾ നടത്തിയിട്ടില്ല എങ്കിൽ പോലും ആശയപരമായി പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുള്ള, ആശയ സമരങ്ങൾ നടത്തി ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ VD സതീശൻ ഈ അവസാനത്തെ 2 പ്രതിപക്ഷ നേതാക്കന്മാരിൽ ആരായിരിക്കും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് UDFിനുള്ളിൽ ഇല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ രാഷ്ട്രീയമായ പല അപശബ്ദങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം UDFിന് അനുകൂലമാണോ LDFിന് അനുകൂലമാണോ എന്ന് തീരുമാനിക്കപ്പെടാൻ ഇനി ദിവസങ്ങൾ ബാക്കിയിരിക്കെ മുഖ്യമന്ത്രിമാരെ പറ്റിയുള്ള ചർച്ചകളോടൊപ്പം പ്രധാനമാണ് ആരാണോ പ്രതിപക്ഷത്ത് എത്താൻ പോകുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ്, അതിന് നേതൃത്വത്തിലേക്ക് വരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രാധാന്യവുമെന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയ സുഹൃത്തുക്കളും മറന്നു പോകുന്നുണ്ട്.